ഹലോ ഗൈസ്, ഷെമീസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോവുകയാണ്. രാത്രി നീണ്ടകരയിൽ നമ്മൾ കായലിൽ പോയി മീൻ പിടിക്കുന്ന കാണിച്ചിട്ടായിരുന്നു, വീഡിയോ ഇട്ടിട്ടായിരുന്നു. അതിൻ്റെ വേറൊരു പാട്ടാണ്. നമ്മൾ കടലിൽ പോയി മീൻ പിടിക്കാൻ പോവാം. അപ്പോൾ ഞങ്ങളങ്ങനെ നീണ്ടകര വന്നിട്ടുണ്ട്. രാത്രി പോയാൽ എന്തെങ്കിലും കിട്ടും. ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സെല്ലാം കൂടി ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് മീൻ തീറ്റയായിട്ട് കൊഞ്ച് വാങ്ങിക്കാൻ എന്താ കയറിയിരിക്കും അവിടെ ഈ കടയിൽ. അപ്പോൾ നീണ്ടകര പാലത്തിൻ്റെ അടുത്ത് നിൽക്കുകയുണ്ട് ഇവിടുത്തെ ഒരു പള്ളി. ഇനി ഇവിടുന്ന് കൊഞ്ചും വാങ്ങിച്ച് അങ്ങോട്ട് പോകണം. അവിടെ അവന്മാരവിടെ വന്ന് ഇപ്പോൾ ഉണ്ട്, അവിടെ തുടങ്ങി. കുറച്ച് കൊഞ്ചൂടെ വാങ്ങിക്കണം, അതിനുവേണ്ടി ഞങ്ങളവിടെ വന്ന് നിൽക്കുന്നത്. ഗൈസ്, ഞങ്ങൾ മീൻ പിടിക്കാൻ വന്നപ്പോൾ ഇവിടെ മൊത്തവും ബോട്ട്, പിന്നെ ഭയങ്കര ഒഴുക്കും. എൻ്റെ സടുക്ക വേണ്ടേ വേറിയാവോ കിട്ടിയല്ലോ രണ്ടെണ്ണോ അങ്ങോട്ട് നഗന്മാർ 2 മീൻ ഇവിടെ പിടിച്ചെന്ന് പറഞ്ഞേ. അതെ ഗൈസ്, 2 മീൻ ഗൈസ്. ഇത്ര നേരം ഇട്ടിട്ട് 2 മീൻ അല്ലാതെ ഒന്നും കിട്ടില്ല. ഭയങ്കര ഒഴുക്കുമുണ്ട്. പിന്നെ അവിടെ കൊണ്ടിട്ടിരിക്കണ്ടില്ലേ, കുറേ ബോട്ട് നിരത്തി കൊണ്ടിട്ടിരിക്കുന്നു. എല്ലാം കിട്ടുവാടാ? കൊത്തണ്ടാ? ഞാത്തുള്ള വീണാൻ കിട്ടത്തില്ല. സ്ഥലത്തെ ആൾക്കാരൊന്ന് മീൻ പിടിക്കാൻ. ഈ ബോട്ടുണ്ടോടാ? വലിയ ചെറിയ ബോട്ടാണ് ഇതിൽ കിടക്കുന്നത്. അവിടെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. ഇവിടുന്ന് ഇട്ടുകൊണ്ടിരിക്കും. ഇതിലേക്കൊന്നും കിട്ടിയില്ല. 2 മീനല്ലാതെ ഇവിടുന്നും കിട്ടിയില്ല. ഗൈസ്, അവിടെ നിന്നിട്ട് ഭയങ്കര ഒഴുക്കാണ്ടൊരു മീനേയും കിട്ടുന്നില്ല. ചൂണ്ട അവിടെ ഇടുമ്പോൾ ഇവിടുന്ന് കിട്ടും. കണ്ട ഒഴുകിയങ്ങ് അപ്പുറത്ത് പോയി, ബോട്ടിൻ്റെ അടുത്ത് പോവുക. കിട്ടിയല്ലോ. മീൻ പോയി കിട്ടുന്നുണ്ടല്ലേ? മീന് ഏറ്റവും ബെസ്റ്റ് തീറ്റയാണ് ഞങ്ങളവിടെ ഇട്ട് കൊടുക്കുന്ന കൊഞ്ചിട്ടാൽ പടയിൽ നിന്ന് തേടിനെ കിട്ടും, പിന്നെ കിളിമീനെ കിട്ടും. പിന്നെ ഭയങ്കര പട്ടിശല്യമാണ്. ഓക്കെ, ഞങ്ങളെ കവറ് കടിച്ചു കടിക്കൊണ്ട് പോയി പട്ടി. എല്ലാവരും എടുത്തോണ്ട് പോയി. നോക്കിയപ്പോൾ എടുത്തോണ്ട് ഓടുന്നതാണ് ആ പട്ടി. അത് സ്വയം ബോട്ട്. ഇവിടെല്ലാം വീണാ ഇപ്പൊ കിട്ടത്തില്ലല്ലേ? ഇവിടെല്ലാം വീണ പോയതാ. മഴ അപ്പുറത്ത് അവിടെ നിന്ന് ചൂണ്ടിടുന്നു. ഗൈസ്, അവിടെ ആളെ അടിച്ച് ഫിറ്റായിട്ട് കിടക്കുന്നു. ബോട്ടിൽ നിന്ന് താഴെ വീണതാ. കുറെ നേരമായി വീണിട്ട്. കിട്ടൂടാ? ബോട്ട് എടുത്ത് മാറ്റാൻ പാടാ. ബോട്ടായിട്ട് മസനഗുടി വഴി ഊട്ടിക്ക് പോയിട്ട് വരാൻ പറ. അപ്പൊ അതൊക്കെ വിട്ടടാ. ഇപ്പൊ ഗുണാകേവ് എന്താണ്? തേനി വഴി ഗുണാകേവാ? അല്ല, കൊടൈക്കനാല്. ഭയങ്കര ഒഴുക്ക. അതുണ്ട ബോട്ടൊക്കെ നാടുന്നുണ്ട. എല്ലാം ഇവിടെ കഴിഞ്ഞോട്ടൊന്നും വന്നപ്പോൾ ഇത്രയും ബോട്ടില്ലായിരുന്നു. ഇന്ന് വന്നപ്പോൾ നോക്കാൻ ഇഷ്ടംപോലെ ബോട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, എൻ്റെ ബാക്ക് അപ്പുറത്തും കിടപ്പുണ്ട്. 2 റോയായിട്ട് കിടക്കുന്നുണ്ടാ. അവിടെയും ബോട്ട് കിടപ്പുണ്ട്. നമുക്ക് സൈറ്റിൽ നിന്ന് മാറ്റി പിടിച്ചാലാ? കഴിച്ചോ. ആ കാണുന്നതാണ് നീണ്ടകര പാലം. അവർക്ക് മീൻ കിട്ടി.
ഇത് വാങ്ങിക്കാൻ എന്തോ കിട്ടിയത് നോക്കട്ടെ. ആ ബോക്സ് എടുത്ത് മീൻ എടുക്കാൻ ചെല്ലും അങ്ങോട്ട്. കിട്ടിയാണോ മീനെ? തേട കിട്ടിയ? വെരി ഗുഡ്. എവിടാ കിടക്കുന്നത്? ഞാൻ കണ്ടില്ലല്ലേ. ആ ഗൈസ് തേടിനെ കിട്ടി. ചെറിയ തേടിനെ കിട്ടി. അങ്ങോട്ട് ഗൈസ് അവിടുത്തെ ഓഹോയ് ഓഹോയ് ആ കുടുങ്ങിയതാ കേടി. ഗൈസ് ആ ബോട്ടിനകത്ത് ഒരു ചൂണ്ട കുടുങ്ങി. ഞാൻ എടുക്കട്ടെ? ഇതെന്താ പട്ടം പടുത്തണോ ഇരുന്ന്? കേടാ കേട്. ആ ഞാൻ എടുത്തരാടാ കേടി, ഞാൻ എടുത്തരാ. വന്നാ എന്താ എടുത്തു വന്നാ? ഇവിടെ മൊത്തം ശോകം. കൈ വിടുന്ന വേറെ ആൾക്കാർ കിട്ടിയ മീന നോക്കട്ടെ. കാണിച്ചടാ ഇത്ര മീനെ കിട്ടി. ഇതൊക്കെ ഏത് മീനുള്ളത്? വഴി വേറെ വലയിട്ട് മീനെ പിടിക്കുന്നുണ്ട്. ഇതിനുണ്ട് ഇത് ചൂണ്ട കിട്ടിയാണോ? അവിടെ ഇരുന്ന് വല കടന്നുണ്ട്. ഞണ്ട് അടുത്ത വലയിടാൻ പോയത്. വല വീഴുന്ന നല്ല രസമാണ്. വലയിട്ട് നല്ല ഒഴുക്കുണ്ട് ഇപ്പൊ. വല പഠിക്കാൻ പോവാ. തിരിച്ചു പിടിക്കുക പറഞ്ഞു. പപ്പർ ഫിഷാണത്. മറ്റേ തെരണ്ടിയുടെ തെരണ്ടിയൊന്നും നല്ലത്. തെരണ്ടിയല്ലേ സാധനമാണ്. കിഴക്കേ കടലുള്ള നല്ലത്, പടിഞ്ഞാറേ കടലുള്ള അത്യാവശ്യം കൂരാനും ഉണ്ട്. കഞ്ഞിയുള്ള മുകളിൽ കാണും. ഇത് കണ്ടോ ഞണ്ടിന്റെ ശേഖരണം വലുവില്ല. ഇച്ചിരി വലുവ് കുറഞ്ഞ മീൻ കിട്ടിയാണ്. വെള്ളം ഭയങ്കര വലു ഒടിക്കുന്നുണ്ട്. വല തങ്ങുന്നുണ്ട്. വല തൂടി കൊടുക്കുന്നു. ഇല്ല അത് വല തങ്ങുന്നില്ലയോ. വല തങ്ങാൻ വേണ്ടി അവന് ഇടമുണ്ടായി. താഴെ ചെല്ലുന്നതിന് ചൂടും വരാം. മീൻ കിട്ടും.
അതിനകത്തോണ്ടാ രണ്ടിൻ്റെ കുഞ്ഞുണ്ട് അതിനകത്ത്. ആ പിടി ഗായ്സ് ഒറ്റ വലയ്ക്കകത്ത് ഇത്ര മീനെ കിട്ടി. ഞാൻ രണ്ടിൻ്റെ കുഞ്ഞടാ ആണ്ട് അതേടത് അടുത്തുണ്ട് എൻ്റെ കാലില്ലടാ. ചൂടിപ്പൂടെ വല അടി ചെല്ലുമ്പോ വരക്കുന്ന വല തന്നെ ചൂട് വല. ഈ ബക്കറ്റ് കൂടെ എടുത്ത് ഈ ബക്കറ്റ് കാണിച്ചോളാം. ഇത് തേടാ പിന്നല്ല തേടല്ല എന്തത് കൊണ്ടാ നീ പിന്നെ ഇവിടെ ഓടും. സൂപ്പർ എഫക്റ്റ് അല്ല എന്തേ ഇതേമാണത്. ഗായ്സ് അവർക്ക് 2 ബക്കറ്റ് കുറച്ച് മീനെ കിട്ടി. ഞങ്ങൾക്കാകെ 4. നേരത്തെ കുറച്ച് മീനെ കിട്ടിയുള്ളൂ. അവർ വലയും ചൂണ്ടയും എല്ലായിട്ടും വന്ന് അതുകൊണ്ട് ഒരു 10 മീനെ കിട്ടി. ഞങ്ങൾ ചൂണ്ടയായിട്ട് വന്നപ്പോൾ 4 മീനെ. ഇങ്ങനെയൊന്നുമല്ല കേട്ടോ, ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇഷ്ടംപോലെ മീനെ പിടിച്ചതാണ്. ഒരു ഐസ് ബോക്സ് കുറച്ച് മീനെ പിടിച്ചോണ്ടാണ് പോയത്. ഈ വട്ടം വന്നപ്പോഴിങ്ങനെ ആയിപ്പോയത്. ഗായ്സ് അപ്പോൾ ഞങ്ങൾക്ക് 4 മീനെ കിട്ടിയുള്ളൂ. ഭയങ്കര ഒഴുക്കും പിന്നെ ബാക്കി കിടക്കണ്ട ഭയങ്കര ബോട്ട് കുറേ ബോട്ട് നടക്കുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എത്തി സ്റ്റോപ്പ് ചെയ്യാണ്. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇത്രയും പെട്ടെന്ന് നമ്മളെ ചാനൽ 1K സബ് ആക്കണം. എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം.